പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ്. ഇത് പാർലി കൊണ്ടുണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്ന. ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം, കാണാം. ഇത് ബാർലിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു സ്പൂൺ ഇതുണ്ട്. സാമാന്യം നമ്മൾ ചാറുകറിയൊക്കെ വിളവുന്ന തവിക്ക് ഒരു സ്പൂൺ ബാർലി എടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് സമയത്തേന് കുതിരാൻ വെക്കാം. ഇവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. കുതിരുന്നത് എപ്പോഴും വേവാനും നല്ലതാണ്. നമുക്ക് ഗ്യാസും തീയും ഒക്കെ ലാഭിക്കാം. ഈ ബാർലി വെള്ളത്തിലിട്ടിട്ട് 1.5 മണിക്കൂറായി കുതിർന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പയിൽ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയിട്ടായിരുന്നു ഇട്ടത്, അതുകൊണ്ട് ഞാൻ ആ വെള്ളം സഹിതം ഒഴിക്കുകയാണ്. ഈ ബാർലി വേവാൻ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല, പക്ഷേ ഇതിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വെച്ചിരിക്കുന്നത്. പിന്നെ ആ ചോറും കൂടെ നമുക്ക് ഉപയോഗിക്കാം, അതുകൊണ്ടാണ് നന്നായിട്ട് വേവിക്കുന്നത്. നമുക്ക് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചു, നമുക്കിനി നിർത്തി വയ്ക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് കാറ്റ് പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ ബാർലി വേവാൻ വെച്ചിട്ട് കാറ്റ് പോയി, നമുക്കൊന്ന് തുറന്നിങ്ങോട്ട് എടുത്തതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് കുടിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം ഊറ്റി വെക്കാം. കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഞാൻ അതിനകത്തൊരു കഷണം ഇഞ്ചി ഇട്ടായിരുന്നു കേട്ടോ, അതാ കിടക്കണേ ഉണ്ടോ. നമ്മുടെ ബാർലി നന്നായിട്ട് വെന്ത് ചോറൊക്കെ വലുതായിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കാം. തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ബാർലി വെന്ത് പോകുമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് ഉപ്പൊഴിച്ചോ ഉപ്പൊഴിക്കാതെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇഷ്ടം പോലെ കുടിക്കാം. ഇനി ഇതിനകത്ത് അല്പം നെയ്യോ അല്ലെങ്കിൽ ഒലിവെണ്ണയോ എന്ത് വേണേലും ഈ വെള്ളത്തിനകത്ത് നമുക്ക് ചേർത്തും കഴിക്കാം. അപ്പം ഞാനിവിടെ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഇതൊന്ന് അല്പം എണ്ണ ഒഴിച്ച് അല്പം പച്ചക്കറിയൊക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാർലിയുടെ വെള്ളം ഏതാണ്ട് പറ്റായി, അപ്പോൾ പിന്നെ അതങ്ങ് മാറ്റി വെച്ചു. ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതാ സൂര്യകാന്തി അല്ലെങ്കിൽ സൺഫ്ലവറിൻ്റെ സീഡാണ്. പിന്നെ ഒരു പയറ് കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ 2-3 ബീൻസ്, ഒരു ക്യാരറ്റ് മുഴുവൻ ആവശ്യമില്ല, നമുക്ക് പാകത്തിലെടുത്താൽ മതി. കൊച്ചുള്ളി, ഒരു നാരങ്ങ, ഒരു മുട്ട. ഇതൊന്ന് അരിഞ്ഞ് പെറുക്കിയെടുക്കാം. ഇത് നമുക്ക് ആ സമയത്ത് എടുത്താൽ മതി. എല്ലാം നമ്മളൊന്ന് അടുപ്പിച്ചിട്ടുണ്ട്, കാണിക്കാം. ഇത് ബീൻസ് അരിഞ്ഞെടുത്തു, പയർ അരിഞ്ഞെടുത്തു, കൊച്ചുള്ളി അരിഞ്ഞെടുത്തു. കൊച്ചുള്ളിക്ക് വരെ നിങ്ങൾക്ക് ഒരു ചെറിയ സവാള ഉപയോഗിക്കാം. പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തു. അതുപോലെ കിഡ്നിക്കോ ലിവർ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഈ ക്യാപ്സിക്കോ ബീൻസും ഒക്കെ ഒന്ന് തിളപ്പിച്ചൂറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പക്ഷേ ക്യാരറ്റ് ഇത് മുഴുവനും വേണ്ട, ഒരല്പം ഇടുന്നേ ഉള്ളൂ. പിന്നെ ഒരു സ്പൂൺ സൺഫ്ലവർ സീഡ്, പിന്നെ അല്പം എണ്ണയുണ്ട്, നെയ്യുണ്ട്. നമുക്ക് ആദ്യം മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. തീ കത്തിച്ചു, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒലിവെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്, അത് മുട്ട പൊരിക്കാൻ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അല്പം ഉപ്പും മുട്ട ഒഴിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. കുരുമുളകും ഇത് രണ്ടും
ചേർത്താണ് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നത്. ഇത്ര മതി. നമുക്ക് തീ ഓഫാക്കിയിട്ടൊന്ന് ഇളക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പാത്രം വെക്കേണ്ടതുകൊണ്ട് തീ ഓഫാക്കുന്നില്ല. ചട്ടിയുടെ ചൂട് കൊണ്ട് മുട്ട നമുക്ക് ഇനി ഒന്ന് ഒത്തിരി ഉണങ്ങി പോകണ്ട. ഇനി അടുത്ത ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അല്പം നെയ്യാണ് ഒഴിക്കുന്നത്. കൂടുതൽ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതെല്ലാത്തിനും കൂടെ ഒരു 3/4 ടേബിൾ സ്പൂൺ കഷ്ടിച്ച് അത്ര എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത് അളവ് നിങ്ങൾക്ക് കൂട്ടോ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം ഇതിനകത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇന്നതാദ്യം ഇടണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കിയെടുത്താലും മതി. ഒരു കാര്യം, ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. അത് നമുക്കിനി ലാസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചെറിയ നെയ്ക്കകത്ത് തന്നെ ഉള്ളി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് ഈ ഉള്ളി അവസാനം മൂപ്പിച്ചിടാം. മുട്ട ഇങ്ങനെ വേണമെന്നില്ല, പുഴുങ്ങിയിട്ട് അല്പം ഗ്രേവി ഉണ്ടാക്കിയിട്ട് അത് നടുക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പച്ചക്കറികൾ ഇട്ടാൽ മതി. ഇതൊന്ന് കുറച്ച് വയ്ക്കാം. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കൂടുതൽ പച്ചക്കറികൾ കൂട്ടേണ്ടവർക്ക് ഇനി ഇതിൻ്റെ കൂടെ ഈ പച്ചക്കറി എല്ലാം ഉള്ളെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പച്ചക്കറി അതാണ് നമുക്കിടാം. കാബേജ് ഉള്ളവർക്ക് കാബേജിൻ്റെ ഇല ഇടാം. ചീര ഇല ഉണ്ടെങ്കിൽ ചീര ഇല ഇടാം. ഇനി നമുക്ക് നമ്മൾ വെന്ത് വെള്ളം ഊറ്റിയെടുത്തിട്ട് വീണ്ടും പറ്റിച്ച് വെച്ചിരിക്കുന്ന ഇടാം. ഇനി കൂടുതൽ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ ഒക്കെ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ചോറിനാവശ്യമായ ഒരല്പം, ചോറല്ല ബാർലി ചോറിന് ആവശ്യമായ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് അതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടി, അല്ല മയം വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സുഗന്ധം, അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു അല്പം നേരം ഒന്ന് ഉണക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു അല്പം നെയ്യ് ഇതിൻ്റെ മുകളിൽ, ഇളക്കൊന്നും വേണ്ട. നമുക്കിതൊന്ന് തീ കുറച്ച് മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്, കൊച്ചുള്ളി ഒന്ന് കറിവേപ്പില ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പില ഇടാം.
ഇനി നമുക്ക് 1 മിനിറ്റ് ആയില്ലേ, ഇത്ര മതിയാവും. നമുക്ക് നോക്കാം. നെയ്യൊക്കെ ഉരുകി അടിച്ചെന്നിട്ടുണ്ട്. ഒരു 2-3 തുള്ളി നാരങ്ങ നീര് ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി. അരമുറി മൊത്തം ഒന്നും പിഴിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിക്കകത്തേക്ക് സൺഫ്ലവർ സീഡും കൂടെ ഇട്ടു. മുട്ട ഇങ്ങനെ ചിക്കി പൊരിക്കുന്നതിന് പകരം നമുക്ക് അല്പം ഗ്രേവി ഉണ്ടാക്കി പുഴുങ്ങി പൊളിച്ച് ആ ഗ്രേവിക്കകത്ത് ഇട്ടിട്ട് ഇടാം. ഇനി കളറോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കണമെന്നുള്ളത് ഇത്ര സമയം മതി കേട്ടോ. ഉണ്ടോ, വെള്ളമൊക്കെ പറ്റി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നെയ്യിലേക്ക്. ഇനി നമുക്ക് ഇതൊന്ന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. മുട്ട ചേർത്തു, ഉള്ളി ചേർത്തു, സൺഫ്ലവർ സീഡ് ചേർത്തു. ഇനി സൺഫ്ലവർ സീഡ് അല്ലാതെ നമ്മുടെ അടുത്ത് അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിങ്ങയോ കിസ്മിസോ അതല്ലെങ്കിൽ മത്തങ്ങാക്കുരുവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വറുത്തിടാം. എൻ്റെ അടുത്ത് ഫ്ലാക്സ് സീഡ് ഇരിപ്പുണ്ട് വറുത്ത്. പക്ഷേ ഞാനിപ്പോൾ ഒരു കുരു ചേർക്കാൻ മതിയല്ലോ. അത് നമുക്ക് വേണേൽ ഫ്ലാക്സ് സീഡും ചേർക്കാം. പക്ഷെ പിന്നെ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ചിട്ട് അതാണേലും അല്പം ഒന്ന് തൂളിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. അവിടെ മൂടി. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റി. ഇതിപ്പോൾ കണ്ടോ, ഒരാൾക്ക് ഇത് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല, അത്രയുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.